കൊല്ലപ്പണിയും കൊല്ലന്റെ ആലയും ഇന്ന് അപ്രത്യക്ഷമാവുകയാണ്. ഉറയിൽ വെച്ച് തേച്ചുമിനുക്കിയ പണിയായുധങ്ങൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഇല്ലാതാകുന്നതോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുകയാണ് നാട്ടിൻപുറങ്ങളിലെ ഇരുമ്പ് പണിക്കാർ. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. ചെങ്കൽവെട്ടലും നാടൻ പണികളും സജീവമായിരുന്ന കാലത്ത് തരക്കേടില്ലാത്ത ജീവിത സാഹചര്യം കൊല്ലപ്പണിക്കാർക്കുണ്ടായിരുന്നു. യന്ത്രവൽകൃത പണിയായുധങ്ങളുടെ കടന്നുവരവും തൊഴിൽ മേഖലയോട് പുതിയ തലമുറ മുഖം തിരിക്കുന്നതും പരമ്പരാഗതമായ ഈ തൊഴിൽ മേഖല അപ്രത്യക്ഷമാവാൻ ഇടയാക്കുന്നു. ഉറയിൽ വെച്ച് തേച്ചുമിനുക്കിയ പണിയായുധങ്ങൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഇല്ലാതാകുന്നതോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുകയാണ് നാട്ടിൻപുറങ്ങളിലെ ഇരുമ്പ് പണിക്കാർ. യന്ത്രവൽകൃത പണിയായുധങ്ങൾ മാർക്കറ്റിൽ സുലഭമാണ്. എന്നാൽ കൊല്ലന്റെ ആലയിലുണ്ടാക്കുന്നതിനേക്കാൾ ഗുണവും മെച്ചവും ഇല്ലെന്നാണ് യാഥാർത്ഥ്യം. എങ്കിലും ആവശ്യക്കാർ ഇതിനു പുറകെയാണ്. തൊഴിൽ മേഖല വളരെ ഭീഷണിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം യന്ത്രവൽക്കരണമായതുകൊണ്ട് പണിയെല്ലാം വളരെ കുറവാണ്. ഇത് ഒരു കൊലത്തൊഴിലായിട്ടാണ് ആദ്യം ഇങ്ങനെ മെഷീനൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ബ്ലോവറൊക്കെ തിരിച്ചിട്ട് കരിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ മത്സ്യം മുറിക്കാൻ തന്നെ അരിവാളൊന്നും ഉപയോഗിക്കുന്നില്ല, എല്ലാം കത്രികകളാണ്. ഇപ്പം കുയ്യാട്ട കീർന്ന് അങ്ങനെയുള്ള പണികൾക്കൊന്നും കഴിക്കോട്ട് വിൽക്കുന്ന തളികരണം എല്ലാം JCB പോലത്തെ ഉപകരണങ്ങൾ കൊണ്ട് പരിപാടിയാണ്. അങ്ങനെയാണ് പണിയെടുക്കുന്നത്. പുതുതലമുറകൾ ഇതിലേക്ക് വരുന്നില്ല, ആരും പണിയിലേക്ക് വരുന്നില്ല. എല്ലാം റെഡിമെയ്ഡ് വാങ്ങുവാണ്. ഒരു കൊടുവാൾ വേണമെങ്കിൽ കടയിൽ പോയിട്ട് വാങ്ങും. ആളുണ്ടാക്കി കൊടുത്തതിന് അതിനേക്കാണ് പകുതി പൈസ അതാടുന്ന് കിട്ടുന്നുണ്ട്. റെഡിമെയ്ഡ് വാങ്ങുന്ന സാധനങ്ങൾക്ക് ഗുണമേന്മ കുറവാണ്. അപ്പം സാധാരണ നമ്മൾ നാടൻ പണിയായിട്ട് ഉണ്ടാക്കുന്ന സാധനത്തിന് അത്രയും നല്ല കണ്ടീഷൻ സാധനമായിരിക്കും. മറ്റേത് വെറും പച്ചിരുമ്പായിരിക്കും. തീച്ചൂളയ്ക്ക് ആവശ്യമായ ചിരട്ട നാട്ടിൻപുറങ്ങളിൽ ഉൾപ്പെടെ വില കൂട്ടിയതും തിരിച്ചടിയായി. ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ കഴിയാതെ വന്നതോടെ പലരും ഈ മേഖല ഉപേക്ഷിച്ചു പോവുകയാണെന്നാണ് പരമ്പരാഗത തൊഴിലാളികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.